എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ വീട്ടിൽ തന്നെ അരിപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് വലിയ വില കൊടുത്ത് അരിപ്പൊടി വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണിത്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് നീക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരി ഒരു അരിപ്പ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലെ വെള്ളമൊക്കെ ഊറി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കോട്ടൺ തുണിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലെ വെള്ളമെല്ലാം മാറിക്കിട്ടും. അതിനുശേഷം കുറേശ്ശെയായിട്ട് അരിയെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഓരോരുത്തരുടെയും മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം അരി ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്ന മിക്സിയുടെ പകുതിയിലും താഴെയായിട്ടാണ് അരി ഇട്ട് കൊടുത്തിരുന്നത്. അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം ഏറ്റവും ചെറിയ കണ്ണിയുള്ള അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. ഇതുപോലെ ഏറ്റവും ചെറിയ കണ്ണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇടിയപ്പം, പുട്ട്, അപ്പം, പത്തിരി എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വലിയ കണ്ണിയിൽ അരിച്ചാൽ നമുക്ക് പുട്ട് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഏറ്റവും ചെറിയ കണ്ണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ള ഏത് ഐറ്റവും ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി വറക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് ഈ അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് അരിപ്പൊടി അരിച്ചെടുക്കേണ്ടത്. ഇതുപോലെ അരിച്ചു വരുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് തരി വരും. അത് രണ്ടാമത്തെ സെറ്റ് പൊടിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിലിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ കുറേശ്ശെ ആയിട്ടിട്ട് മുഴുവൻ അരിയും നമുക്ക് പൊടിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഇതുപോലെ മിക്സിയിൽ അരി പൊടിക്കുമ്പോൾ മാക്സിമം 3-4 കിലോ അരി മാത്രമേ പൊടിച്ചെടുക്കാവുള്ളൂ. ഒരുപാട് അരി പൊടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സി അങ്ങ് ചൂടായി പോകും. ഇവിടെ ഞാൻ ഏകദേശം ഒരു 2.5 കിലോ അരിയായിരുന്നു എടുത്തത്. അത് മുഴുവൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ഇനിയൊന്ന് വറുത്തെടുക്കാം. ആദ്യം അടുപ്പത്ത് വയ്ക്കുമ്പോൾ കുറച്ച് തീ കൂട്ടിയിട്ടതിന് ശേഷം നമുക്ക് വറക്കാം. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അരിയിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളം വറ്റിയത് മനസ്സിലാകും. വെള്ളം വറ്റി വരുന്ന സമയത്ത് പതുക്കെ ആവി പോലെ വരാൻ തുടങ്ങും. നമുക്ക് ആ സമയത്ത് തീ കുറച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വീട്ടിൽ തന്നെ അരിപ്പൊടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. ഇവിടെ അരിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വറുത്തതിന് ശേഷം അരിപ്പൊടി ഒന്ന് പൊടിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ അരിപ്പൊടിയിലുള്ള കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.